കായയും പയറും ചേർത്ത ഒരു നാടൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ഏത് ബിഗിനേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്, വളരെ പോഷക സമൃദ്ധമാണ്. അപ്പോൾ അത് നേന്ത്രക്കായയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ പയറിൻ്റെയും ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഇത് വളരെ പോഷക സമൃദ്ധമാണ്. മാത്രമല്ല ഈ കായ, നേന്ത്രക്കായ കിട്ടിയില്ലെങ്കിൽ ഏത് കായയും വെച്ചിട്ട്, അതായത് ഏത് പച്ചക്കായയും വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചെറുപയർ തന്നെ ഇടണമെന്നില്ല, ഏത് ചെറുപയറും യൂസ് ചെയ്യാം. നമുക്ക് വൻപയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കടലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കടല വേറെ വേവിച്ച ശേഷം, കുറച്ച് താമസമുണ്ട് കടല വേവാനായിട്ട്, അപ്പോൾ വേറെ വേവിച്ച ശേഷം ഈ കറിക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വെളുത്ത പയർ, കറുത്ത പയർ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവസാനം വരെ കാണുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കേരള ബനാനയാണ്. ഇത് വളരെ ചെറിയ നേന്ത്രക്കായയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കായയുടെ അളവ് കൂട്ടാം, അല്ലെങ്കിൽ ചെറുപയറിൻ്റെ അളവ് കൂട്ടാം. ഇതിൽ ഏതിൻ്റെ അളവ് കൂട്ടുന്നോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ കറിക്ക് യാതൊരു കുഴപ്പമൊന്നും വരില്ല, ടേസ്റ്റിന് കുറവൊന്നും വരില്ല. അതുകൊണ്ട് പ്രത്യേക കണക്കൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു 3 നേന്ത്രക്കായയാണ്. കായ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇതിലോട്ട് നമുക്ക് പയർ കൂടി ചേർക്കാം. ഞാനിത് ചെറുപയർ പകുതിയായിട്ട് ഇവിടെ ഇങ്ങനെ പകുതി ആയിട്ടുള്ള ചെറുപയർ ഇവിടെ മേടിക്കാൻ കിട്ടും. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ചെറുപയർ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചെറുപയർ തന്നെ വാങ്ങണമെന്നില്ല, ഇതുപോലത്തെ പയർ വാങ്ങാം, അല്ലെങ്കിൽ വൻപയർ വേണം. വൻപയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്ന പയറെന്ന് ചിലയിടത്ത് പറയായിരിക്കും. അല്ലെങ്കിൽ കടലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ച് വേവാൻ സമയമെടുക്കും, കുറച്ചും കൂടി സമയമെടുക്കും പയറിനേക്കാളും. അതുകൊണ്ട് കടല സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനത്തെ വേണമെങ്കിലും പയർ ഇതിന് യൂസ് ചെയ്യാം. വെള്ളപ്പയർ യൂസ് ചെയ്യാം, കറുത്ത പയർ യൂസ് ചെയ്യാം, ഏത് പയർ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പയർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിരിക്കുകയാണ് ഈ പയർ. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് കുതിർക്കണം പയറായിരിക്കണം. പയറും കായയും കൂടി ഞാൻ ഇട്ടത് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി നമുക്ക് 1/4 ടീസ്പൂൺ ചേർക്കാം. ഇതിലോട്ട് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഈ മുളക് പൊടി നമ്മൾ കുട്ടികൾക്ക് കൂടി, ചെറിയ കുട്ടികൾക്ക് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എരിവുകളുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ കുരുമുളക് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്, പച്ചമുളക് ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുകയോ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് കുറച്ചൊന്ന് രുചിച്ച് വെക്കാം. ഈ ഉപ്പ് കറക്റ്റ് ആണോ എന്നറിയാം. ഈ കറിക്ക് ഏകദേശം ആവേണ്ട ഉപ്പ് ഇപ്പോഴേ നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ഇട്ടിട്ട് വേവിക്കാം. കാരണം ചിലപ്പോൾ വേറെ പാത്രം ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ അത് തിളച്ച് പൊങ്ങി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിന്റെ മൂടി മാറ്റി വെച്ചിട്ട് വേവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് നിങ്ങൾ നോക്കി നിന്നിട്ട് തന്നെ വേണം വേവിക്കാനായിട്ട്. നോക്കി നിൽക്കൊന്നും വേണ്ട, വേറെ ജോലികളൊക്കെ ചെയ്യാം. പക്ഷെ വേവിക്കുന്ന സമയം നിങ്ങളുടെ പാത്രത്തിന്റെ എന്താണോ പൊങ്ങി പോണതാണോ, ഇതിപ്പോ അങ്ങനെ പൊങ്ങി പോകുന്നില്ല, കാരണം ഇത് കൂടി അതിന്റെ ആവി പോവും, അതുകൊണ്ട് പൊങ്ങി പോവില്ല. അപ്പൊ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് വേറെ ജോലികൾ ചെയ്യും. ഇത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇതുപോലെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് ഇളക്കി നോക്കണം കേട്ടോ. കാരണം വെള്ളം നന്നായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് പോവും. പയറും കായയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് വെള്ളം ആവശ്യത്തിനുണ്ടോ, അതുപോലെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. നമുക്ക് ശരിക്കും വേവിച്ചെടുക്കുക, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അധികം വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കായയും പയറും ആവശ്യത്തിന് വേവിച്ചെടുക്കണം. ഈ പയറും കായയും കൂടി വേവണ സമയം നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട തേങ്ങ, അതായത് തേങ്ങയും 1/2 മുറി തേങ്ങയും 1 പച്ചമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും കുരുമുളകും പച്ചമുളകും കൂടി അരച്ചെടുക്കാം.
നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് തേങ്ങ അരക്കി എടുത്തിരിക്കുകയാണ്. ഇതിൽ അരമുറി തേങ്ങയും 1/2 ടീസ്പൂൺ കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇടുക. പിന്നെ 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകാക്കാം. ജീരകത്തിന്റെ രുചിയൊന്നും ചിലവർക്ക് ഇഷ്ടാവില്ല, പക്ഷെ അധികം അങ്ങനെ രുചിയൊന്നും തോന്നില്ല കേട്ടോ ഈ കറിക്ക് ജീരകത്തിന്റെ. പിന്നെ 1 പച്ചമുളക്, 1-2 പച്ചമുളക് നമുക്ക് ചേർക്കാം. കുറച്ച് കൂടുതൽ എരിവാന്ന് ഉള്ളവർക്ക് മാത്രം ഈ പച്ചമുളക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ പച്ചമുളകിന്റെ സ്വാദ് ഈ കറിയുടെ തന്നെ ഒരു സ്വാദ് കൂട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ മോരുകറിക്കൊക്കെ അരക്കില്ലേ, അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഞാൻ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്രയും കൂടി അരഞ്ഞു എന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. തൽക്കാലം ഇത്രയെങ്കിലും അരയണം നന്നായിട്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. കായയും പയറും ഇപ്പൊ 3/4 ഭാഗത്തോടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് തുറന്ന് നോക്കണം, എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം കുറവാണെങ്കിൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും പയറായോണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് കണ്ടില്ലേ, അത്യാവശ്യം വെള്ളമുണ്ട് ബാക്കി. ഇതൊരു കട്ടിയായിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. ഭയങ്കര ഒഴിച്ചുകറിയായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണിത്. അതായത് നമ്മൾ ഇപ്പൊ ഇലയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് മറ്റേ മോരുകറിയൊക്കെ ഒഴുകി പോകുന്ന പോലെ ഇത് ഒഴുകി പോവില്ല, അല്ലെങ്കിൽ സാമ്പാർ പോലെ ഒന്നുമില്ല. കുറച്ച് വെള്ളം കുറവായിട്ടുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് അതായത് ഇത് നമ്മൾ ഇരിക്കുന്നോറും പയറൊക്കെയാണ്ട് കൂറുകും, അതുകൊണ്ടാണ് കട്ടിയാവുന്നത് തന്നെ. അപ്പൊ അത് കണക്കാക്കി വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. ഈ കായയും പയറും അപ്പൊ നന്നായിട്ട് വറ്റി, വെള്ളം പെട്ടെന്ന് വറ്റും കായയും പയറൊക്കെ ആവുമ്പോ. അപ്പൊ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് കുറച്ച് പയർ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ അറിയാം നമുക്ക് വെന്തിട്ടുണ്ടോന്ന്. അതുപോലെ തന്നെ കായയും ഒന്ന് എടുത്തു നോക്കോ, കഴിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അത് വെന്തോന്ന്. ഇതിപ്പോ ഞാൻ ആ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കുകയാണ്. ഈ അരപ്പ് നന്നായിട്ട് ഈ കഷ്ണങ്ങളിലും പയറിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്തു, കാരണം ഇത് ഇരിക്കുന്നതോറും ഞാൻ പറഞ്ഞില്ലേ തിക്കായി പോവും. അപ്പോ എനിക്ക് ഇത്തിരി ലൂസായിട്ട് വേണം. ഞാൻ വേറെ കറിയായിട്ട് ഇത് വയ്ക്കുന്നില്ല, അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ഉച്ചയൂണിന് കറിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം പോലെ വേണോണ്ട് ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചതാണ്. ഇതിന് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൽ വെളിച്ചെണ്ണ കൂടുന്നവരും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടുകിടണം. കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ വറ്റൽ മുളക്, അല്ലെങ്കിൽ ചിലയിടത്ത് കൊല്ലമുളക് എന്നാണ് പറയുന്നത്, അത് ചേർക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഈ താളിച്ചത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അപ്പൊ ഇതുപോലെ താളിക്കണമെന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത് വെന്തതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങനെ ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതും ടേസ്റ്റ് ആണ്. ഞാനിപ്പോ ഇവിടെ താളിച്ച് ചേർത്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കറി 2 വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ 2 കറിയായില്ലേ, ഞാൻ പറഞ്ഞു തന്നില്ലേ, 2 തരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ഇതുപോലെ താളിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം വെന്ത് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർക്കുക. ഞാൻ എൻ്റെ ഒരു പരിപ്പ് കറി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതുപോലെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ലാസ്റ്റ് ചേർത്തത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ഈ കറിയിലും അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ താളിക്കാതെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മാത്രം അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. താളിക്കാൻ സമയമില്ലെങ്കിൽ വേഗം അങ്ങനെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനോ എല്ലാത്തിനും ഇത് കൂട്ടാനും പറ്റും. ഞാൻ ഇതിന്റെ ഉപ്പും ഇതൊക്കെ നോക്കട്ടെ എങ്ങനെയുണ്ട്. കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി ചപ്പാത്തി ആണെങ്കിൽ അതിനും ഇത് കൂട്ടാൻ പറ്റും.
എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.